നന്ദിയോടെ നല്ല നാഥനെ സ്തുതിച്ചിടും സ്തുതിച്ചിടും. നന്മകളെ തന്നതോർത്ത് വാഴ്ത്തി പാടിടും ഞാൻ പാടിടും. അല്ലവേറുമീ വരവിലെന്നെ താങ്ങിടും വല്ലഭന് സ്തോത്രമേകിടും. അല്ലവേറുമീ വരവിലെന്നെ താങ്ങിടും വല്ലഭന് സ്തോത്രമേകിടും. പ്രാണപ്രിയനേ യേശുനാഥനേ എന്റെ ആശ്രയം എന്നിലെന്നുമേ. പ്രാണപ്രിയനേ യേശുനാഥനേ എന്റെ ആശ്രയം എന്നിലെന്നുമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മത്തായി 5, 6, 7 അധ്യായങ്ങൾ അറിയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എന്നാണ്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണവിശേഷങ്ങളാണ് ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. 5:20 കർത്താവ് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ നീതി മതഭക്തന്മാരായ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നതായിരിക്കണം എന്ന്. പരസ്പരം വൈരാഗ്യത്തിലും ശത്രുതയിലും കഴിയുന്ന നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശമാണ് 44-ാമത്തെ വാക്യം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. C.G. മോണ്ടിഫെയർ എന്ന യഹൂദ പണ്ഡിതൻ്റെ അഭിപ്രായം ഈ വാക്യം ഗിരിപ്രഭാഷണത്തിൻ്റെ കേന്ദ്രം ആകുന്നു എന്ന. ദീനബന്ധു C.F. ആൻഡ്രൂസ് പറയുന്നത് വിശ്വസാഹിത്യത്തിലെ ഏറ്റവും അവിസ്മരണീയമായ വാക്യം എന്ന. സാധു സുന്ദർ സിംഗിൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ബാല്യകാലത്ത് ഈ ചിന്ത എന്നെ അത്യധികം സ്പർശിച്ചിരുന്നു എന്ന. വ്യക്തിപരമായ ബന്ധത്തിൽ നാം പുലർത്തേണ്ടുന്ന മാനദണ്ഡത്തിൻ്റെ സത്തയാണ് ഈ വാക്യം. ഈ വാചകത്തിൻ്റെ മഹനീയ സ്ഥിതി ചെയ്യുന്നത് തന്നെ ക്രൂശിച്ചവർക്കായി പ്രാർത്ഥിച്ച കർത്താവിൽ ആണ്. മോശയുടെ ന്യായപ്രമാണം പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണുമെന്നായിരുന്നു. അതായത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത് തിന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക എന്ന്. അതായത് നമ്മെ ദേഷിക്കുകയും നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരോട് നാം സ്നേഹമുള്ളവരായിരിക്കണം. ഇത് അസാധ്യമെന്ന് ചിന്തിക്കും. എന്നാൽ കർത്താവ് തൻ്റെ സ്വന്തം ജീവിതത്തിൽ കൂടി ഇത് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നാം പിന്തുടരുന്ന സ്നേഹവും കർത്താവ് കാണിച്ചു തന്ന സ്നേഹവും രണ്ടാണ്. തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതാണ് മനുഷ്യൻ്റെ സ്നേഹം. കർത്താവ് മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നു, ചുങ്കക്കാരനും അങ്ങനെ തന്നെ ചെയ്യുന്നു, നിങ്ങളെ മാനിക്കുന്നവരെ നിങ്ങൾ വന്ദിക്കുന്നു, ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. മത്തായി 5, 46, 47 വാക്യങ്ങൾ. അങ്ങനെയെങ്കിൽ ചുങ്കക്കാരിൽ നിന്നും ജാതികളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒട്ടുമില്ല. അവരുമായി നമുക്ക് വ്യത്യാസമുണ്ടാകണമെങ്കിൽ സ്നേഹിതന്മാരെ മാത്രമല്ല ശത്രുക്കളെയും സ്നേഹിക്കണം. ഈ മാനദണ്ഡം മറച്ചു വെപ്പാൻ പാടില്ലാത്ത വെളിച്ചമായും കാരം നഷ്ടപ്പെടാത്ത ഉപ്പായും മലമേൽ പണിയപ്പെട്ട പട്ടണമായും നമ്മെ രൂപാന്തരപ്പെടുത്തും. സ്വന്തം ദാഹം ശമിപ്പിക്കുന്നതിന് ലഭിച്ച വെള്ളം തൊട്ടടുത്ത് മുറിവേറ്റ അവശനായി വെള്ളത്തിന് കേടുന്ന ശത്രുപടയാളിക്ക് നൽകിയിട്ട് അവൻ്റെ ആവശ്യം എനിക്കുള്ളതിനേക്കാൾ വലിയത് എന്ന് പറഞ്ഞ് മരിച്ച പടയാളിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഈ മനസ്സാണ് ഓരോ വിശ്വാസിക്കും ആവശ്യം. ക്രിസ്ത്യാനി സാധാരണ ജീവിതം നയിക്കുന്നവനല്ല. അവൻ എപ്പോഴും പുതിയത് ചെയ്യണം. അപ്പോൾ മാത്രമേ തിന്മയെ ജയിക്കുവാൻ കഴിയൂ. തിന്മയെ നന്മ കൊണ്ടും കോപത്തെ സ്നേഹം കൊണ്ടും ഇരുളിനെ വെളിച്ചം കൊണ്ടും ജയിക്കണം. ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏകമാർഗം അവനെ സ്നേഹിതനാക്കുക എന്നതാണ്. ശത്രുവിനോട് മിത്രമെന്ന പോലെ ഇടപെട്ടാൽ അവനെ മിത്രമാക്കുവാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രന്മാരായി തീരുന്നത്. മത്തായി 5:45. മുടിയൻ പുത്രൻ്റെ ഉപമയിൽ പിതാവിൻ്റെ സ്നേഹം ഇവിടെ പ്രസക്തമാണ്. ഇളയ മകൻ പിതാവിനെ വളരെയധികം വേദനിപ്പിച്ചു, എന്നിട്ടും പിതാവ് അവനെ സ്നേഹിച്ചു.
മുടിയൻ പുത്രൻ്റെ തിരിച്ചുവരവിന് കാരണം ഒരു പക്ഷെങ്കിൽ പിതാവിൻ്റെ ഈ സ്നേഹം തന്നെയല്ലേ? മൂത്തപുത്രൻ നീതിമാനായിരുന്നു, പിതാവിനോടുകൂടെ പാർത്ത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത മകൻ. അവൻ്റെ നീതിബോധം തെറ്റ് ചെയ്ത സഹോദരനെ വെറുക്കുക എന്നതായിരുന്നു. ഇതിന് കാരണം അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച ശക്തി തിന്മയായിരുന്നു എന്നതാ. നീതിബോധത്തെക്കാൾ വിലയേറിയത് സ്നേഹമാണ്. സ്നേഹമാണ് നമ്മെ നീതിയിൽ നടപ്പാൻ സഹായിക്കുന്നത്. സ്വയം നമുക്ക് ശത്രുവിനെ സ്നേഹിപ്പാൻ കഴിയില്ല. അതിന് ദൈവകൃപ ആവശ്യമാണ്. ദൈവകൃപ അനുഭവമാക്കുന്നതിന് ക്രിസ്തു നമ്മിൽ വസിപ്പാൻ അനുവദിക്കണം. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമ്മിലുള്ള വിദ്വേഷവും കോപവും കെട്ടടങ്ങും. അവിടെ സ്നേഹം നാമ്പെടുക്കും. കർത്താവ് വിഭാഗം ഉപസംഹരിക്കുന്നത് ഒരു ഉപദേശം കൂടി നൽകിക്കൊണ്ട്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. മത്തായി 5:48. 5-ാം അധ്യായത്തിൽ കർത്താവ് 27 സൽഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഉപദേശങ്ങളെ ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ സൽഗുണങ്ങൾ എല്ലാം നമ്മിലുണ്ടായിരിക്കണം എന്ന്. ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് എത്രയെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് കർത്താവ് തരുന്ന ഈ ആയുസ് തമ്മിൽ സ്നേഹിച്ചും സമാധാനം ആചരിച്ചും സൽഗുണപൂർണരായി ജീവിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് നമ്മെക്കുറിച്ച് ഈ ലോകം പറയട്ടെ. കർത്താവെ, ഈ ലോകത്തിൽ സൽഗുണപൂർണരായി ജീവിച്ച് നിത്യതയിൽ നിന്നോടൊപ്പം ആയിത്തീരുവാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ.